ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഈ ജനുവരി 2025 നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ഞാൻ എല്ലാ ബാങ്കിന്റെയും ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളുടെയും കാര്യം നമ്മളൊന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സെറ്റാപ്പിന്റെ റെഫറലിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് അതായിരിക്കും 2024 മിഡിൽ തൊട്ട് തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡുകളുടെ അപ്രൂവൽ റേറ്റ് ഒക്കെ അത്യാവശ്യം കുറവാണ്. അപ്പോൾ എപ്പോഴും ലിങ്ക് നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടാം. അപ്പോൾ നിങ്ങൾക്കായിരിക്കും, നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ് എന്നാണ്. ഞാൻ ആക്ച്വലി ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് MNCയിൽ. അപ്പോൾ എനിക്ക് അതെല്ലാം ഞാൻ വേറെ കുറേ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോ കാണാറാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. ഞാൻ റീസെന്റ് എടുത്തിരിക്കുന്നത് NISM സർട്ടിഫിക്കേഷൻ ആണ്. നമ്മുടെ സെബിയുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കേഷൻ ആണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ റീസെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതൊക്കെ കാർഡുകളാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ, മിക്ക എല്ലാ ബാങ്കുകളുടെയും ക്രെഡിറ്റ് കാർഡുകളുടെ, അതായത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഓഫർ ആവുന്ന മിക്ക എല്ലാ കാർഡുകളുടെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽ പറയാൻ പോയി കഴിഞ്ഞാൽ കുറേ ഉണ്ട് എന്ന് വെച്ചാൽ കുറേ കാർഡുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ ഭയങ്കര ലാഗ് അടിച്ച് പോകുമ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളാണ് ലൈഫ് ടൈം ഫ്രീ. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് കുറേ എണ്ണം ലൈഫ് ടൈം ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പ്ലാറ്റിനം കാർഡ്, ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ലെജൻഡ് ക്രെഡിറ്റ് കാർഡ്, ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പ്ലാറ്റിനം ഓറ എഡ്ജ് ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഈസി ഡൈനർ ഇൻഡസ്ഇൻഡ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ അത്ര തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ സാമാൻ, അത് പക്ഷേ സാമാൻ എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് കാർഡ്, പക്ഷേ അത് പക്ഷേ ജോയിനിങ് ഫീസാണ് ഉള്ളത്. ഫസ്റ്റ് ഇയർ തൊട്ട് 199 പ്ലസ് GST വരും കേട്ടോ. അപ്പോൾ ഈ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, മിക്ക പെൻകോഡിലും ഇതൊരു സർവീസബിൾ അല്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ കാർഡ് കിട്ടുകയാണെങ്കിൽ നല്ല കാർഡുകൾ തന്നെയാണ് കേട്ടോ, പ്രത്യേകിച്ച് പ്ലാറ്റിനം കാർഡും ലെജൻഡ് കാർഡും. അപ്പം ഞാൻ ഈ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള കാർഡുകളുടെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് നമ്മുടെ എന്താ പറയുക കാർഡിന്റെ പേര് വെച്ച് ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ആരെയൊക്കെ ഏതൊക്കെ വേണ്ടതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ കാർഡുകളാണ് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ സൈഡിൽ നിന്ന് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് RBL ബാങ്കിന്റെ ഷോപ്പ് റൈറ്റ് കാർഡും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡും ഇപ്പോൾ ആക്ച്വലി ലൈഫ് ടൈം ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ RBL ബാങ്കിന്റെ ഒരു കാർഡ് ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ HSBCയുടെ വിസ പ്ലാറ്റിനം കാർഡാണ്. അത് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തന്നെ വരുന്നത്, 00 തന്നെ വരുന്നത്. പക്ഷേ HSBCയുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പിൻകോഡിലും സർവീസബിൾ അല്ല. നിങ്ങൾക്ക് നമ്മുടെ എറണാകുളത്ത് മെയിൻ ഏരിയ പിൻകോഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സർവീസബിൾ ആയിട്ട് കിട്ടും. അല്ലാത്ത ആൾക്കാർക്ക് ഇത് കിട്ടില്ല. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത് ട്രൈ നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി കാണിക്കും പിൻകോഡ് സർവീസബിൾ അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് കാണിക്കട്ടോ. പക്ഷേ കാർഡ് നല്ല കാർഡാണ് HSBCയുടെ, അത്യാവശ്യം നല്ല ലിമിറ്റും കിട്ടും. പിന്നെ വരുന്ന നമ്മുടെ യെസ് ബാങ്കിന്റെ പോപ്പ് ക്ലബ് ക്രെഡിറ്റ് കാർഡ്, പുതിയ കാർഡാണ്. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ സെപ്പറേറ്റ് വേറെ വീഡിയോ ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ ആക്ച്വലി നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇൻട്രസ്റ്റിനെ എടുക്കാൻ മറക്കേണ്ടത്. ആക്ച്വലി റൂപേ വേരിയന്റിൽ വരുന്ന കാർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് UPI കാർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ വരുന്ന നമ്മുടെ HDFC ബാങ്കിന്റെ ബിസിനസ് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡാണ്. അതൊരു ബിസിനസ് ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്കായിരിക്കും രണ്ട് ടൈപ്പ് അല്ല, കുറേ ടൈപ്പ് കാർഡുകളുണ്ട്. നോർമൽ കാർഡല്ല, അത് ബിസിനസ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത് ഇത് ആക്ച്വലി നമുക്കിപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. റൂപേ വേരിയന്റ് തന്നെയാണ്. ആക്സിസ് ബാങ്കിന്റെ ഇപ്പോൾ ആക്ച്വലി ആകെ ഉള്ളത് നമ്മുടെ LICയുടെ കാർഡ് മാത്രമേ ഉള്ളൂ. ആക്സിസ് ബാങ്ക് LIC കാർഡ്, പ്ലാറ്റിനം കാർഡും സിഗ്നേച്ചർ കാർഡും രണ്ടും ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ഉണ്ട് ആക്ച്വലി അത്. പക്ഷേ അത് LIC പ്രീമിയം അടയ്ക്കാൻ വേണ്ടിയും മാത്രമേ കാര്യമുള്ളൂ കേട്ടോ. അല്ലാണ്ട് വലിയ നോർമൽ ബാക്കി എല്ലാത്തിനും പറ്റും. പക്ഷേ നമുക്ക് ബെനിഫിറ്റ് വരുന്നത് അതിന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ പിന്നെ AU ബാങ്കിന്റെ ലിഫ്റ്റ് കാർഡൊക്കെ ഉണ്ട്. അത് നിങ്ങൾ അതിൻ്റെ പിൻകോഡ് അനുസരിച്ച് നിങ്ങളെ ഏരിയയിൽ പിൻകോഡ് സർവീസബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. AU ബാങ്കിന്റെ കാർഡ് ഇപ്പോൾ നമുക്കറിയായിരിക്കും നമ്മുടെ ഫിൻകെയർ ബാങ്കും AU ബാങ്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിൻകോഡ് സർവീസബിൾ ആണെങ്കിലും കിട്ടും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളുടെ ബ്രാഞ്ചും നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സും ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ AU ബാങ്കിന്റെ കാർഡുകൾ നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്, ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ SBIയുടെ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കാർഡുകളൊന്നും ഇല്ല കേട്ടോ. എല്ലാ കാർഡുകളും ചാർജബിൾ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പിന്നെ അമേരിക്കൻ എക്സ്പ്രസിൻ്റെയും ഇല്ല. പിന്നെ വരുന്നത് നമ്മുടെ ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡാണ്. ഇതിൻ്റെ റീസെൻ്റ്ലി നമ്മൾ അൺബോക്സിംഗ് കാർഡിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ആക്ച്വലി ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. അത് നിങ്ങൾക്ക് ട്രൈ നോക്കാവുന്നതാണ്. CSB ബാങ്കിൻ്റെ ആണ്. പിന്നെ വരുന്നത് യെസ് ബാങ്കിൻ്റെ റിയോ റൂപേ കാർഡാണ്. റിയോ എന്ന് പറഞ്ഞാൽ പുതിയൊരു റീസെൻ്റ്ലി ഇറക്കിയ കാർഡാണ്. അതും നമുക്ക് റൂപേ കാർഡ് എന്താ പറയുക, റൂപേയിൽ വരുന്ന കാർഡാണ്. ഫിസിക്കൽ കാർഡ് ഇല്ലാത്ത കാർഡാണ്. നമ്മുടെ UPI കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ BOBയുടെ EC കാർഡ്, നമ്മുടെ BOBയുടെ EC കാർഡും വരുന്നുണ്ട് കേട്ടോ. അതും ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം മിക്ക എല്ലാ ബാങ്കുകളുടെയും വന്നിട്ടുണ്ട് ലൈഫ് ടൈം ഫ്രീ ആയിട്ട്. പിന്നെ കോട്ടക്കിൻ്റെ നിന്നാലും നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഓൾറെഡി ബാൻഡാണ്. അപ്പോൾ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാർഡുകളുടെയൊക്കെ ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലൊക്കെ ലൈഫ് ടൈം ഫ്രീ കാർഡുകൾ നോക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ കണ്ടുനോക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്, ലിങ്ക് ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GSH പോലെ കണ്ടുനോക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അടുത്ത വീഡിയോ കാണാം.